സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു KSEB. പവർ കട്ട് വിവരം ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കും. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ ഉപഭോക്താക്കൾക്ക് SMS അയക്കാനും തീരുമാനം. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ അനുമതി ലഭിച്ചതോടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ പവർ കട്ട് ഉണ്ടാകുമെന്നാണ് KSEBയുടെ മുന്നറിയിപ്പ്. വൈദ്യുതി മുടക്കം SMS ആയി ഉപഭോക്താക്കളെ അറിയിക്കും. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് SMS അയക്കുക. മുന്നറിയിപ്പില്ലാതെ പവർ കട്ട് ഉണ്ടാകുന്നതിനെതിരെ ജനരോക്ഷം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മുൻകൂട്ടി അറിയിക്കാൻ തീരുമാനിച്ചത്. അതേസമയം പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്നും വൈദ്യുതി ബില്ല് കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പു പറയാനാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കറണ്ട് ബില്ല് കൂടുമെന്നൊരു ചോദ്യം ബാക്കിയാണ്. സാധാരണ നിലയ്ക്ക് റെഗുലേറ്ററി കമ്മീഷനാണ് അതിന്റെ വരവും ചെലവുമായിട്ട് പരിശോധിക്കുക. നമുക്ക് കുറച്ച് ലാഭം 2 വർഷമായിട്ട് ഉണ്ടാക്കി. ആ ലാഭത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് ലോഡ് ഷെഡിംഗ് അല്ല, ട്രിപ്പ്. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ KSEBയുടെ കോർ കമ്മിറ്റി യോഗവും ചേർന്നു. പവർ എക്സ്ചേഞ്ചിൽ നിന്നും 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയത്. ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്തു. വേനൽ മഴ ലഭ്യമാകുന്നതോടെ വൈദ്യുതി ഉപയോഗം താനെ കുറയുമെന്നാണ് KSEB കണക്കുകൂട്ടുന്നത്. KSEB പുറത്തുനിന്നും ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതിയുടെ ആഘാതം ജൂൺ ജൂലൈ മാസങ്ങളിലാകും ജനം അനുഭവിക്കുക. സർചാർജായി ഈ അധിക തുക ജനം കറണ്ട് ബില്ലിനൊപ്പം അടയ്ക്കേണ്ടി വരും. മീഡിയ 1 തിരുവനന്തപുരം.